അടുത്ത വാർത്തയിലേക്ക്. കേരളത്തിന്റെ വടക്കേയറ്റത്ത് നടന്ന ഒരു കൊടും ക്രൂരകൃത്യത്തിന്റെ സത്യവും ഇന്ന് കേരളം അറിഞ്ഞു. സുഹൃത്തായ യുവാവിനെ കൊന്ന ലിഫ്റ്റ് കുഴിയിൽ തള്ളി മുങ്ങിയ കൊടും കുറ്റവാളി മഞ്ജുനാഥ ഇന്ന് പോലീസിന്റെ പിടിയിലായി. ഇക്കഴിഞ്ഞ മാർച്ച് 11-നാണ് കാസർഗോഡ് ജോലി ചെയ്യുന്ന ചന്ദ്രശേഖര എന്ന യുവാവ് അതിക്രൂരമായി കൊല്ലപ്പെടുന്നത്. നുള്ളിപ്പാടിയിൽ നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിൽ ലിഫ്റ്റിനായി എടുത്ത കുഴിയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പിന്നാലെ പോലീസ് അന്വേഷണം തുടങ്ങി. നാളുകൾക്കൊടുവിൽ പ്രതി പോലീസിന്റെ വലയിലായി. കുറേ നാളായിട്ട് നമ്മൾ നിരീക്ഷണത്തിലായിരുന്നു. ജോലിക്ക് പോകാനുള്ള സ്ഥലങ്ങളെല്ലാം നോക്കിയിട്ട് നിരീക്ഷണത്തിലായിരുന്നു. അങ്ങനെ നിരീക്ഷിച്ചിട്ടാണ് കിട്ടുന്നത്. ഫോണും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു രണ്ടുപേരും വഴക്കിൻ്റെ കള്ളു കുടിച്ചിട്ടുള്ളൊരു. കൂടുതലായിട്ട് എനിക്ക് ഇൻവെസ്റ്റിഗേഷൻ്റെ അത്രത്തോളം ഡീറ്റെയിൽസ് എനിക്ക് പറയാൻ ഞാൻ അലൗഡ് അല്ല. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങൾ നൽകും. അഭിജിത്ത്, ഇയാളെ പിടികൂടി. ഇയാൾ ഒരു വിദഗ്ധനായ ഒരു കൊലയാളിയാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. കാരണം പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് ഇത്ര നാളും അയാൾക്ക് നടക്കാൻ സാധിച്ചു. ഇയാൾ പറഞ്ഞത് വെറും 2500 രൂപയ്ക്ക് വേണ്ടിയാണ് ഈ അരും കൊല ഉറ്റ സുഹൃത്തിനെ കൊന്നു തള്ളുക എന്നുള്ളതാണ്. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത്. മദ്യലഹരിയിലായിരുന്നു അല്ലേ ഈ കൊലപാതകം? കേവലം 2500 രൂപയ്ക്ക് വേണ്ടി നടത്തിയ കൊലപാതകം എന്നുള്ളതാണ് ഞെട്ടലുണ്ടാക്കുന്നത്. കൊല്ലപ്പെട്ട ചന്ദ്രശേഖരയും മഞ്ജുനാഥും ഒരേ സ്ഥലത്ത് ജോലി ചെയ്യുന്നവരാണ്. ഈ ചന്ദ്രശേഖര മഞ്ജുനാഥിൽ നിന്നൊരു 2500 രൂപ കടമായി വാങ്ങിയിരുന്നു. പക്ഷെ കുറെ നാൾ കഴിഞ്ഞിട്ടും ഈ പണം തിരിച്ചു കൊടുക്കാത്തതോടെയാണ് മഞ്ജുനാഥ പ്രകോപിതനായത്. അങ്ങനെ സംഭവം നടക്കുന്ന ദിവസം, അതായത് കഴിഞ്ഞ മാസം 11-ന് നുള്ളിപ്പാടിയിലെ ഒരാളൊഴിഞ്ഞ കെട്ടിടത്തിൽ വെച്ച് ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടാകുന്നു. വാക്കുതർക്കത്തിനൊടുവിൽ അതൊരു കയ്യാങ്കളിയിലേക്ക് മാറുന്നു. കയ്യിൽ കരുതിയ ഒരു കമ്പി ഉപയോഗിച്ച് മഞ്ജുനാഥ ചന്ദ്രശേഖരന്റെ തലയ്ക്കടിക്കുകയാണ്. ഈ അടിയേറ്റ് നിലത്ത് വീണ് ഈ ചന്ദ്രശേഖര കൊല്ലപ്പെടുകയാണ്. കൊലപാതകം അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു എന്ന് ഉറപ്പിച്ച ശേഷം മഞ്ജുനാഥ ഇയാളുടെ മൃതദേഹം വലിച്ച് അവിടെ ലിഫ്റ്റിനായി എടുത്ത ഒരു കുഴിയിൽ കൊണ്ടിടുകയും അവിടെ നിന്ന് ഇയാൾ രക്ഷപ്പെടുകയും ചെയ്തു. അല്പസമയം കഴിഞ്ഞാണ് അവിടേക്ക് ഈ കെട്ടിടത്തിന്റെ ഉടമയെത്തുന്നത്. അപ്പോഴാണ് ഈ കൊലപാതകം വിവരം ഇയാൾ അറിയുന്നതും ഈ ലിഫ്റ്റിനായി എടുത്ത കുഴിയിൽ മൃതദേഹം കാണുന്നതും. ഉടനെ തന്നെ ഈ കെട്ടിട ഉടമ പോലീസിന് വിവരം അറിയിച്ചു. പോലീസ് എത്തിയപ്പോൾ തന്നെ ഇത് കൊലപാതകമാണ് നടന്നത് എന്ന് പോലീസിന് തിരിച്ചറിയാനായി കഴിഞ്ഞിരുന്നു. കാരണം ചുറ്റും രക്തപ്പാടുകളുണ്ട്. ഒപ്പം തന്നെ ഒരു മൃതദേഹം വലിച്ചിഴച്ചു കൊണ്ടുവന്നതിന്റെ പാടുകളും പോലീസ് അവിടെ കണ്ടെത്തുകയായിരുന്നു. അപ്പോഴും ആരാണ് ഈ കൊലപാതകം നടത്തിയത് എന്നതിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. അതിനിടയിലാണ് ഈ സംഭവ സ്ഥലത്ത് വെച്ച് ഒരു ആധാർ കാർഡ് പോലീസിന് ലഭിക്കുന്നത്. അത് മഞ്ജുനാഥയുടേതായിരുന്നു. അങ്ങനെയാണ് ഈ അന്വേഷണം മഞ്ജുനാഥയിലേക്ക് എത്തുന്നതും ഇയാളാണ് കൊലപാതകി എന്ന് പോലീസ് ഉറപ്പിക്കുന്നതും. അങ്ങനെ ഇന്ന് ഇയാളെ, ഈ മഞ്ജുനാഥനെ ബംഗളൂരുവിൽ വെച്ച് പോലീസ് പിടികൂടുകയും. ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.